സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ കബ്സ രീതിയിൽ ഒരു ബിരിയാണി ഉണ്ടാക്കാം. ഇതിന് ഞാൻ 4 കപ്പ് കൈമ റൈസാണ് എടുത്തത്. അത് നമുക്ക് ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാം. എൻ്റെ കൈവശം ബസ്മതി റൈസോ കബ്സ റൈസോ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കൈമ എടുത്തത്. ഒരു കിലോ ചിക്കൻ വെള്ളം മുഴുവനും വാർന്നു പോകേണ്ട രീതിയിൽ മാറ്റിവെക്കാം. ഇനി മസാലകൾ എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. ഈ കാണുന്നത് അരച്ചെടുക്കേണ്ടതാണ്. 5-10 വെളുത്തുള്ളിയും 2 ഇഞ്ച് കനത്തിൽ ഇഞ്ചിയും നമുക്ക് അരച്ച് മാറ്റിവെക്കാം. 3 പച്ചമുളക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അരയ്ക്കാം, അല്ലെങ്കിൽ മസാലപ്പൊടികളുടെ കൂടെയോ അരയ്ക്കാം. പിന്നെ തക്കാളി വേറെ അരച്ച് മാറ്റിവെക്കാം. ഇനി ഈ പ്ലേറ്റിൽ കാണുന്ന മസാലയാണ് വേണ്ടത്. 3 കഷ്ണം പട്ട, 8 ഗ്രാമ്പൂ, 1 കഷ്ണം ജാതിക്ക, 1/2 ടീസ്പൂൺ ബിരിയാണി ജീരകം, 1 തക്കോലത്തിൻ്റെ പകുതി, 3 ഏലക്കായ, 1 ടീസ്പൂൺ കുരുമുളക്, 1 ജാതിക്കയുടെ ജാതിപത്രി പകുതി, 1 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ 1/4 പിടി പുതിനയിലയും 1/2 പിടി മല്ലിയിലയുമാണ് വേണ്ടത്. ഇത് ആ 1 തക്കാളി അരച്ച് വെച്ചതാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഒലീവ് ഓയിലാണ്. ഒരു പാൻ വെച്ച് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച കൂട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറി എന്ന് കണ്ടാൽ ഇതിലേക്ക് സവാള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് ചെറുതായി മുറിച്ചത്. ഇനി ഞാൻ നേരത്തെ കാണിച്ച മസാലകളെല്ലാം കൂട്ടി അരച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി എന്ന് കണ്ടാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി എന്ന് കണ്ടാൽ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് നമുക്ക് ചിക്കനിൽ മസാല പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. അതും ഒന്ന് നല്ലതുപോലെ ഇളക്കി. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി കണക്കായ രീതിയിൽ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിതിൽ 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മുഴുവനായി വേവേണ്ട, 3/4 ഭാഗം വെന്താൽ മതി. ഇനി ഇതിൽ നിന്ന് ചിക്കനെല്ലാം കോരി മാറ്റാം. ഇതിൻ്റെ മസാല അളന്ന് എല്ലാം കൂടി 6 കപ്പ് വെള്ളമാണ് വേണ്ടത്. നാല് കപ്പ് അരിയാണ് എടുത്തത്. ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കി അരിയിട്ട് ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പുമിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ചിക്കൻ ഇതിലിട്ട് ഇളക്കി മസാല പിടിപ്പിച്ച ശേഷം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിക്കണം. ഇനി ഇതിൽ ചിക്കൻ ഇട്ട് 1/2 മണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. പാൻ വെച്ച് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചിക്കൻ നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ലതുപോലെ വറുത്തെടുക്കണം. നേരത്തെ 3/4 വേവാകുമ്പോൾ മാറ്റി വെച്ചതാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ സിമ്മിൽ വെച്ച് വേണം ചെയ്തെടുക്കാൻ, എന്നാലാണ് നല്ല സ്വാദുണ്ടാകുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുക്കരുത്. അപ്പോൾ അതിൻ്റെ മസാലയെല്ലാം കരിഞ്ഞു പോകും. ഇനിയെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നേരത്തെ വേവിച്ച ചോറ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ചോറ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചിക്കൻ ഓരോന്നായി വെച്ച് കൊടുക്കാം. ഒന്ന് മൂടി വയ്ക്കാം. മല്ലിയിലയും പുതിനയിലയും മുറിച്ച് 1 ടീസ്പൂൺ ഗീയും ഒഴിച്ച് ഒന്നുകൂടി മൂടി വയ്ക്കാം.
ഇത് റെഡിയായി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.